ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1001 രാത്രിയിലെ 33ാമത്തെ കഥയുടെ 7ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ സ്നേഹപ്രിയയുടെയും അലി നൂറിൻ്റെയും കഥ. ബസ്രയിലെ സുൽത്താനെ ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോന്ന അലി നൂറിനെയും സ്നേഹപ്രിയയും ബാഗ്ദാദ് നഗരത്തിൽ കാത്തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേട്ടോളൂ. ബാഗ്ദാദ് നഗരത്തിലെ മനോഹരമായ ഉദ്യാനത്തിനരികിലെത്തിയ അലി നൂറും സ്നേഹപ്രിയയും അവിടെ കണ്ട ജലധാരയിലെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് കുളിർക്കാറ്റേറ്റ് അറിയാതെ മയങ്ങിപ്പോയി. ഉദ്യാനത്തിനപ്പുറം ഖലീഫ ഹാരൂൺ അൽ റഷീദിന്റെ ഒരു കൊട്ടാരമുണ്ട്. എന്തെങ്കിലും മനക്ലേശം ഉണ്ടാവുന്ന അവസരത്തിൽ ഖലീഫ ഈ ഉദ്യാനത്തിൽ വന്നിരിക്കുക പതിവാണ്. അങ്ങനെ മനക്ലേശം അകറ്റാൻ സഹായിക്കുമെന്നതിനാൽ ഈ ഉദ്യാനത്തിന് ഉല്ലാസ ഉദ്യാനം എന്ന പേരുണ്ടായി. കൊട്ടാരത്തിൽ ഒരു വലിയ ഹാളും അതിന് 45 ജനാലകളുമുണ്ട്. ഓരോ ജനാലയിലും ഉജ്ജ്വലപ്രഭയുള്ള ഓരോ ദീപം തൂക്കിയിട്ടിരിക്കും. ഹാളിന്റെ നടുക്ക് തനി തങ്കത്തിൽ ഒരു ദീപം സ്ഥാപിച്ചിട്ടുണ്ട്. ഖലീഫയുടെ സന്ദർശനമുണ്ടെങ്കിൽ മാത്രമേ സാധാരണ ഈ ഹാൾ തുറക്കാറുള്ളൂ. അന്ന് എല്ലാ ജനാലകളും തുറന്ന് വിളക്കുകളെല്ലാം കത്തിച്ചു വെക്കും. രാത്രിയുടെ നിശബ്ദതയിൽ പുഷ്പഗന്ധവാഹിയായ കുളിർക്കാറ്റേറ്റ് പട്ടുനീരാളം വിരിച്ച വലിയ കട്ടിലിൽ ഇരുന്ന് ഖലീഫ സംഗീതവും നൃത്തവും ആസ്വദിച്ച് സന്തുഷ്ടനായി തിരിച്ചുപോകും. അദ്ദേഹത്തിന്റെ ഇഷ്ടഗായകൻ വിശ്വപ്രസിദ്ധനായ ഇസഹാക്ക് പലപ്പോഴും അവിടെ സംഗീത വിരുന്നൊരുക്കാറുണ്ട്. കൊട്ടാരവും ഉദ്യാനവും സൂക്ഷിക്കുന്ന ചുമതല ഇബ്രാഹിം എന്ന ഒരു വൃദ്ധനെയാണ് ഖലീഫ ഏൽപ്പിച്ചിരുന്നത്. ആ നല്ല മനുഷ്യൻ അതീവ ശുഷ്കാന്തിയോടെ തൻ്റെ കർത്തവ്യം നിറവേറ്റി. പൂക്കളും പഴങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ അനാവശ്യമായി ആരെയും, വിശേഷിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഉദ്യാനത്തിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. വൈകുന്നേരം പതിവ് പോലെ ഇബ്രാഹിം റോന്തു ചുറ്റുന്നതിനിടയിലാണ് ഉദ്യാനത്തിലെ ബെഞ്ചിൽ 2 പേർ ഒരു പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങുന്നത് കണ്ടത്. എന്തൊരു ധിക്കാരമാണിത്! സുൽത്താന്റെ അകമ്പടിക്കാർക്ക് ഇരിക്കാനുള്ള ബെഞ്ചിൽ കിടന്നുറങ്ങുന്നു. ഇവരെയൊക്കെ ശിക്ഷിക്കാനുള്ള അധികാരം ഇബ്രാഹിമിനുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചെടിയുടെ കമ്പ് മുറിച്ചെടുത്ത് അയാൾ അവരുടെ അടുത്ത് ചെന്നു. അടിക്കാൻ വടി ചുഴറ്റിയപ്പോൾ പെട്ടെന്ന് മനമാറ്റമുണ്ടായി. അയാൾ ആത്മകഥം ചെയ്തു. ഇബ്രാഹിം, ഇബ്രാഹിം, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിന്റെ അടുത്തേക്ക് ഒരുപക്ഷെ അല്ലാഹു തന്നെ ഈ പാവങ്ങളെ പറഞ്ഞയച്ചതാകാം. ആദ്യം ഇവരാരാണെന്ന് നോക്കുക. അയാൾ പുതപ്പ് വലിച്ചു മാറ്റി 2 മുഖങ്ങളിലും മാറി മാറി നോക്കി. സന്തോഷത്തോടെ തന്നെത്താൻ പറഞ്ഞു, ഉദ്യാനത്തിലെ പുഷ്പങ്ങളെ പോലെ മനോഹരമായ നിഷ്കളങ്കമായ മുഖങ്ങൾ. ഇനി എന്തു ചെയ്യും? അന്ധനായ ഇബ്രാഹിം, അകാരണമായ ശുണ്ഠിയെടുത്തതിന് നിന്നെയാണ് ശിക്ഷിക്കേണ്ടത്. കുറച്ചു നേരം നോക്കി നിന്നിട്ട് വൃദ്ധൻ ഉറങ്ങിക്കിടന്നവരുടെ മുഖങ്ങൾ പുതപ്പ് കൊണ്ട് മറച്ചു. നിലത്തിരുന്ന് അലി നൂറിന്റെ കാലുകൾ തലോടി. യുവാവ് പെട്ടെന്നുണർന്നു. വന്ധ്യനായ ഒരു വൃദ്ധൻ തൻ്റെ കാല് തടവുന്നത് കണ്ട് സംഭ്രമത്തോടെ ചാടി എണീറ്റു. വൃദ്ധന്റെ കൈ പിടിച്ച് കണ്ണിൽ ചേർക്കുകയും ചുംബിക്കുകയും ചെയ്തു. മോനെ, നിങ്ങൾ എവിടുന്ന് വരുന്നു? വൃദ്ധൻ ചോദിച്ചു. ഞങ്ങൾ ഈ നാട്ടുകാരല്ല, വ്യസനത്തോടെ അലി പറഞ്ഞു. കുട്ടി, ഞാൻ പ്രവാചകന്റെ കൽപ്പനകളെ മാനിക്കുന്നവനാണ്. അപരിചിതരോടും സ്നേഹവും അനുകമ്പയും കാണിക്കണമെന്ന തത്വം ഞാൻ മറന്നിട്ടില്ല. കുഞ്ഞുങ്ങളെ, എണീറ്റ് വരൂ. ഈ ഉദ്യാനവും കൊട്ടാരവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരുടെ കൊട്ടാരമാണിത്? അലി ചോദിച്ചു. അപരിചിതരെ ഭയപ്പെടുത്തേണ്ടെന്ന് കരുതിയും തന്നെക്കുറിച്ച് അവർക്ക് മതിപ്പ് തോന്നട്ടെ എന്ന വിചാരത്തോടെയും ഇബ്രാഹിം പറഞ്ഞു. ഈ ഉദ്യാനവും കൊട്ടാരവുമെല്ലാം എൻ്റെതാണ്. ഞങ്ങളുടെ കുടുംബ സ്വത്തിൻ്റെ ഒരു ഓഹരി. യുവ ബിന്ദുനങ്ങൾ ഇബ്രാഹിമിന്റെ പിന്നാലെ ചെന്നു. ബസ്രയിലെ മനോഹരമായ പൂങ്കാവനങ്ങൾ അലി നൂർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊന്ന് ഈ ഭൂമുഖത്തുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസം. കൊത്തുപണി ചെയ്ത തൂണുകളിലാണ് മുന്തിരി വള്ളികൾ പടർത്തിയിട്ടുള്ളത്. പുഷ്യരാഗം പോലെ ചുവന്നതും കരിമരം പോലെ കറുത്തതുമായ മുന്തിരിക്കുലകൾ അവയിൽ തൂങ്ങിക്കിടക്കുന്നു. ഫലഭാരത്താൽ ശിരസ് നമിക്കുന്ന വൃക്ഷശിഖരങ്ങളിലിരുന്ന് കിളികൾ സംഗീതമാലപിക്കുന്നു. കുയിലുകൾ പ്രണയഗാനം പാടുന്നു. വീഞ്ഞു കുടിച്ച് മത്തു പിടിച്ചതുപോലെ പ്രാവുകൾ കുറുകുന്നു. ഒരു കറുത്ത പക്ഷി കുട്ടികളെപ്പോലെ ചൂളമടിക്കുന്നു. പുഷ്പങ്ങളെ നവരത്നങ്ങളോട് ഉപമിക്കാം. പ്രണയിനിയുടെ കവിൾത്തടത്തേക്കാൾ മനോഹരമാണ് പനിനീർ പൂക്കൾ. നീലാകാശത്തിൽ ധ്രുവ നക്ഷത്രം പോലെ ജ്വലിക്കുന്ന മല്ലിക. മഞ്ഞിൽ കുളിച്ച കാക്കച്ചവിടിയും കദംബവും. നിലത്ത് വിവിധ വർണ്ണങ്ങളിൽ പൂക്കളുടെ പരവതാനി. വൃക്ഷലതാദികൾക്ക് ദാഹജലം നൽകിക്കൊണ്ട് ചെറുചോലകൾ നാഗങ്ങളെപ്പോലെ പുളഞ്ഞൊഴുകി. കൃത്രിമ ജലപാതകൾ കിലികിലാരവമുതിർത്തു.
പക്ഷികൾ ഇണകൾക്ക് വേണ്ടി രാഗാലാപം നടത്തിയിട്ട് നിശബ്ദരായി, മറുപടിക്ക് കാതോർത്തെന്ന പോലെ. തെക്കൻ കാറ്റ് പുല്ലാങ്കുഴൽ വായിച്ചു. പശ്ചിമാനീലൻ കാഹളം വിളിച്ചു. ഉദ്യാന ഭംഗി ആസ്വദിച്ചു നിന്ന രണ്ടുപേരെയും ഇബ്രാഹിം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. വാതിൽക്കൽ വച്ചു തന്നെ ആ മനോഹര ദൃശ്യത്തിൽ അവർ ആമഗ്നരായി. എത്ര വിലപിടിച്ച വസ്തുക്കളാണ് എത്രയും മനോഹരമായി വിന്യസിച്ചിട്ടുള്ളത്! അത് കണ്ടു നിന്നപ്പോൾ അലിയുടെ മനസ്സിലെ ശോകം അലിഞ്ഞലിഞ്ഞില്ലാതായി. ഇനി അവിടെ എന്തൊക്കെ നടക്കുന്നെന്ന് കേൾക്കാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടൻ തന്നെ.